1997 അക്കൗണ്ട് അസിസ്റ്റന്റ് എന്ന തസ്തികയ്ക്ക് വേണ്ടി നടത്തിയ പരീക്ഷയിലെ വൊക്കാബുലറി ചോദ്യം. നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. 1996 മുതൽ 2020 വരെ PSC ചോദിച്ച വൊക്കാബുലറി സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണത്. ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് LDC വേരിയസ് 1997, 1997 LDC വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തിയ പരീക്ഷയിലെ വൊക്കാബുലറി ചോദ്യങ്ങളാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ഫ്രേസ് ബ്രേക്ക് ഡൗൺ? ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: കൊളാപ്സ്, അസിമിലേഷൻ, കളക്ഷൻ, കൺസ്ട്രക്ഷൻ, ഇന്റഗ്രേഷൻ. കൊളാപ്സ് എന്ന് വെച്ചാൽ എന്താണ്? തകരുക എന്നർത്ഥമില്ല, അല്ലെങ്കിൽ തകർച്ച എന്നർത്ഥമില്ല. അസിമിലേഷന്റെയും ഇന്റഗ്രേഷന്റെ അർത്ഥം എന്തുവാ? ഏകീകരണം എന്നാണ് അർത്ഥം. കളക്ഷനും എന്താ അർത്ഥം? ശേഖരണം എന്നർത്ഥമില്ല. കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്താ? നിർമ്മാണം എന്നർത്ഥമില്ല. തകരുക അല്ലെങ്കിൽ തകർക്കുക എന്നൊക്കെയാണ് ബ്രേക്ക് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? നിർമ്മിക്കുക എന്നർത്ഥത്തിൽ പറയാം, അല്ലെങ്കിൽ നിർമ്മാണം എന്ന രീതിയിൽ പറയാം. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? കൺസ്ട്രക്ഷൻ ആയിരിക്കും. എന്തായിരിക്കും? കൺസ്ട്രക്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സെയിം ഇൻ മീനിങ് ആസ് ദ വേർഡ് ഹോട്ട്ലി? ഹോട്ട്ലി എന്ന അതേ അർത്ഥം നൽകുന്ന വാക്ക് ഇവിടെ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഹോട്ട്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹോട്ട് എന്ന് വെച്ചാൽ ചൂടെന്ന അർത്ഥം. പക്ഷെ ഇവിടെ ഹോട്ട്ലി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വൈകാരികമായ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഹോട്ട്ലി എന്ന് പറയുന്ന വാക്കിന്. അപ്പൊ വൈകാരികമായി എന്നർത്ഥം നൽകുന്ന വാക്കാണ് നമുക്ക് വേണ്ടുന്നത്. അത് ഈ പറയുന്നതിനകത്ത് ഏതാണ്? പാഷനേറ്റ്ലി ആണ്. എന്താണ്? പാഷനേറ്റ്ലി. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ വാമിലി നമുക്കറിയാം ഊഷ്മളമായത്, ആംഗർലി കോപത്തോടെ, പബ്ലിക്കലി പരസ്യമായിട്ട്, എക്സ്റ്റെൻസീവ്ലി വിശാലമായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഹോട്ട്ലി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതിനാണുള്ളത് പാഷനേറ്റ്ലി എന്ന് പറയുന്ന വാക്കിനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് മോസ്റ്റ് നിയർലി ദ സെയിം ഇൻ മീനിങ് ആസ് സ്റ്റാൻഡപ്പ്? സ്റ്റാൻഡപ്പ് എന്ന് പറയുന്ന ആ വാക്കിന് അല്ലെങ്കിൽ ആ ഫ്രേസിന് അർത്ഥം നൽകുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗെറ്റപ്പ് ആണ്. ഇതാണ് ഗെറ്റപ്പ്. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എഴുന്നേൽക്കുക എന്നർത്ഥം ഗെറ്റപ്പ്. സ്റ്റാൻഡപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എഴുന്നേൽക്കുക. പിന്നെ ഗെറ്റപ്പിന് വേറെ അർത്ഥമുണ്ട്, ഉണരുക എന്നൊരർത്ഥവും ഉണ്ട് ഗെറ്റപ്പ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹോൾഡപ്പ്. ഹോൾഡപ്പ് എന്ന് വെച്ചാൽ എന്താർത്ഥം? കള്ളത്തരം കാണിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും കാര്യത്തെ നമ്മൾ തടഞ്ഞു വെക്കുന്നത് നമ്മൾ ഹോൾഡപ്പ് എന്ന് പറയുന്നത്. ഗെറ്റ് എസ്റ്റാബ്ലിഷ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സ്ഥാപിക്കപ്പെടുക എന്നർത്ഥമല്ല. ഗെറ്റ് എസ്റ്റാബ്ലിഷ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെയിൽഡ്, പരാജയപ്പെട്ടത്, സപ്പോർട്ടഡ്, പിന്തുണച്ചത് എന്നൊക്കെ അർത്ഥം. ഇവിടെ സ്റ്റാൻഡപ്പ് എന്ന് പറയുന്ന അതേ അർത്ഥം നൽകുന്നത് ഗെറ്റപ്പിനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പിക്ക് ഔട്ട് വൺ ഓഫ് ദ 5 phrases that best explains the keywords. അപ്പോൾ ഈ പറയുന്ന 5 ഫ്രേസിൽ ഈ വില്ലൻ എന്ന് പറയുന്ന ആ വാക്കിന് അർത്ഥം നൽകുന്ന വാക്ക് അല്ലെങ്കിൽ ഫ്രേസ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വില്ലൻ എന്ന് വെച്ചാൽ എന്താണ്? എ വിക്കറ്റ് മാൻ ആണോ? എ ഫിലിം ആക്ടർ ആണോ? ആൻ അൺഹാപ്പി മാൻ ആണോ? എ ലൈയിങ് മാൻ ആണോ? എ ഫ്രസ്ട്രേറ്റഡ് മാൻ ആണോ? എന്താണ് വില്ലൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ വിക്കറ്റ് മാൻ ആണ്. ഇനി അടുത്ത് നോക്കാം. ഫ്രെയിൽറ്റി തൈ നെയിം ഈസ് വുമൺ. ഈ പറയുന്ന ഫ്രെയിൽറ്റി എന്ന് പറയുന്ന വാക്കിന് യോജിക്കുന്ന വാക്കെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രെയിൽറ്റി തൈ നെയിം ഈസ് ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. എന്നാൽ അതേ വർഷം തന്നെ PSC ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഫ്രൈൽറ്റി തൈ നെയിം ഈസ് വുമൺ പറഞ്ഞിട്ട് ആ ഫ്രൈൽറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഫ്രൈൽറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൗർബല്യം അല്ലെങ്കിൽ ചാഞ്ചല്യം എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ വീക്ക്നെസ് ആണ് കറക്റ്റ് അർത്ഥം. ഇതാണ് വീക്ക്നെസ്. ബോൾഡ്നെസ് നമുക്കറിയാം, ധൈര്യമുള്ളത്, ബ്യൂട്ടി, സൗന്ദര്യം, ട്രൂത്ത്, സത്യം, ഇന്റലിജൻസ്, വിവേകമുള്ള. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? വീക്ക്നെസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഡിഗ്രി ലെവൽ എക്സാം 1997 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതെന്ന് പറയുന്നത് ഇഡിയംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കിവിടെ ഇഡിയം തന്നിട്ടുണ്ട്. ആ ഇഡിയത്തിന്റെ അർത്ഥം എന്തെന്നാണ് നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്നത്തെ പരീക്ഷ ഒരിക്കലും ഈ പറയുന്ന പോലെ OMR പരീക്ഷയൊന്നും ആയിരുന്നില്ല. എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. ഡിസ്ക്രിപ്റ്റീവും ഓപ്ഷനും കൂടെ ഉള്ള പരീക്ഷയായിരുന്നു അന്ന്. ഇവിടെ
ഞാൻ നമുക്കൊരു ഇഡിയം തന്നിട്ടുണ്ട്, ഫ്രം ഹാൻഡ് ടു മൗത്ത്. അതിൻ്റെ അർത്ഥം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഫ്രം ഹാൻഡ് ടു മൗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാറ്റിസ്ഫൈങ് ഓൺലി വൺസ് ഇമ്മീഡിയറ്റ് നീഡ്സ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് മണി. അതായത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക അല്ലേ. അപ്പോൾ സാറ്റിസ്ഫൈങ് ഓൺലി വൺസ് ഇമ്മീഡിയറ്റ് നീഡ്സ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് മണി. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം അതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആവുക എന്നുള്ളതാണ് ഫ്രം ഹാൻഡ് ടു മൗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? ടു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുന്നതിനെ നമ്മൾ ടു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത്. അപ്പം ഇംഗ്ലീഷായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഡൂയിങ് ഓർ സെയിങ് സംതിങ് ദാറ്റ് ഈസ് പ്രിസൈസ്ലി റൈറ്റ്. ഇനി അടുത്ത നോക്കാം, ടു സ്റ്റാൻഡ് വൺസ് ഗ്രൗണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? ഉറച്ച്, അതായത് നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. അതാണ് ടു സ്റ്റാൻഡ് വൺസ് ഗ്രൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബി ഫേം ഓർ അൺഈൽഡിങ് എന്നാണ് പറയേണ്ടത്. എന്താണ്? ബി ഫേം ഓർ അൺഈൽഡിങ് എന്നാണ് കറക്റ്റായിട്ട് നമ്മൾ പറയേണ്ടത്. ഇനി അടുത്ത് നോക്കുക, ടു ഈറ്റ് ദ ഹംബിൾ പൈ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് പറ്റിയൊരു അമളി അല്ലെങ്കിൽ അബദ്ധം അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് സമ്മതിക്കാൻ നമ്മൾ ഫോഴ്സ്ഡ് ആവുക, നിർബന്ധിതമാവുക. അങ്ങനെ ഒരു സാഹചര്യം വരുന്ന ആ സമയത്താണ് നമ്മൾ ടു ഈറ്റ് ദ ഹംബിൾ പൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ടു ബി ഫോഴ്സ്ഡ് ടു അപ്പോളജൈസ് ഓർ അഡ്മിറ്റ് വൺസ് ഫാൾസ് ഇൻ ഹ്യൂമിലിയേറ്റിംഗ് സിറ്റുവേഷൻസ്. അതാണ് ടു ഈറ്റ് ദ ഹംബിൾ പൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക, വിതിൻ ആൻ ഏസ് ഓഫ്. എന്താണ് വിതിൻ ആൻ ഏസ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെരി ക്ലോസ് ടു എന്നാണ്, വളരെ അടുത്തായിട്ട് എന്നാണ് വിതിൻ ആൻ ഏസ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1997 അക്കൗണ്ട് അസിസ്റ്റന്റ് എന്ന തസ്തികയ്ക്ക് വേണ്ടി നടത്തിയ പരീക്ഷയിലെ വൊക്കാബുലറി ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് ഡാഷ്. ഇത് പ്രൊവേർബ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വരിക? നോക്കുക, നമുക്കറിയാം എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. അടുത്ത് നോക്കുക, ദ ഓപ്പോസിറ്റ് ഓഫ് വാണ്ടർ. വാണ്ടർ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ വാണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന് നമ്മൾ വാണ്ടർ, അത് ലക്ഷ്യമില്ലാതെ നമ്മൾ നടന്നു പോകുന്നതിന് നമ്മൾ വാണ്ടർ എന്ന് പറയുന്നത്. എന്നാൽ സെറ്റിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരിടത്ത് നിശ്ചലമായി നിൽക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? സെറ്റിലായിരിക്കും പറയാൻ പറ്റുക. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദ മിസ്പെൽഡ് വേർഡ് എമോങ് ദ ഫോളോയിങ് ഈസ്. ഇവിടെ കൊടുത്തിരിക്കുന്നതിനകത്ത് തെറ്റിച്ച് സ്പെല്ലിംഗിൽ എഴുതിയിരിക്കുന്ന വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കംപ്ലീസ് ആണോ, അക്കോമഡേറ്റ് ആണോ, അക്സെപ്റ്റബിൾ ആണോ, അക്യുമുലേറ്റ് ആണോ, അക്വയർ ആണോ? ഏതായിരിക്കും? അക്കംപ്ലീസ് ആണ്. കാരണം എന്താ? 2 സി വേണം, ഇവിടെ ഒരു സിയെ ഉള്ളൂ. ഇനി അക്കോമഡേറ്റിനും അതുപോലെ 2 സിയും വേണം, 2 എമ്മും വേണം. അക്സെപ്റ്റബിളിനും 2 സി വേണം. അക്യുമുലേറ്റ് നോക്കുമ്പോൾ 2 സി 1 എം മതി. അപ്പോൾ അക്കോമഡേറ്റും അക്യുമുലേറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്കോമഡേറ്റിന് 2 സിയും വേണം, 2 എമ്മും വേണം. എന്നാൽ അക്യുമുലേറ്റിന് 2 സി മതി, 1 എം മാത്രം മതി, 2 എം വേണ്ട. ഇനി അക്വയർ, ക്യൂക്ക് തൊട്ട് മുമ്പ് ഒരു സി വേണം, ACQUIRE അക്വയർ. ഇനി അടുത്ത് നോക്കാം, സംതിങ് ദാറ്റ് കാംസ് ദ നെർവ്സ്. നമ്മുടെ നെർവ്സിനെയൊക്കെ കാം ചെയ്യിപ്പിക്കുന്ന, ശാന്തമാക്കുന്ന ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റിമുലന്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? സ്റ്റാഗ്നേറ്റ് എന്ന് പറയാൻ പറ്റുമോ? സെഡേറ്റീവ് എന്ന് പറയാൻ പറ്റുമോ? സാങ്ക്ടിഫൈ എന്ന് പറയാൻ പറ്റുമോ? അസ്റ്റ്യൂട്ട് എന്നാണ്. എന്തായിരിക്കും? സെഡേറ്റീവ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? മയക്കുന്നത്, ഉറക്കുന്നത് എന്നൊക്കെയാണ് സെഡേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റിമുലന്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഉണർത്തുന്നതാണ് അർത്ഥം. ഓക്കെ, സ്റ്റാഗ്നേറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നിശ്ചലമാക്കുക. സാങ്ക്ടിഫൈ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ശുദ്ധീകരിക്കുക, പവിത്രമാക്കുക. അസ്റ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പ്രതിഭ അല്ലെങ്കിൽ വിദഗ്ധൻ എന്നൊക്കെയാണ് അസ്റ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം സംതിങ് ദാറ്റ് കാംസ് ദ നെർവ്സ് എന്നാണ്. അപ്പൊ എന്തായിരിക്കും? സെഡേറ്റീവ് ആണ്. എന്താണ്? സെഡേറ്റീവ്. അടുത്ത ചോദ്യം, അബ്ഡക്റ്റ് മീൻസ്. അബ്ഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ടേക്ക് അവേ ആണോ, ടേക്ക് ഔട്ട് ആണോ, ടേക്ക് ബാക്ക് ആണോ, ടേക്ക് ഓൺ ആണോ? നൺ ഓഫ് ദീസ് ആണ്. എന്തായിരിക്കും? ടേക്ക് അവേ എന്നാണ്. തട്ടിക്കൊണ്ടുപോവുക, മനുഷ്യരെയൊക്കെ തട്ടിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതിനെ നമ്മൾ അബ്ഡക്റ്റ് എന്ന് പറയുന്നത്. ടേക്ക് അവേ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക, മാട്രിസൈഡ്. എന്താണ് മാട്രിസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കില്ലിംഗ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആണോ,
കില്ലിംഗ് ഓഫ് വൺസ് ഫാദർ ആണോ, കില്ലിംഗ് ഓഫ് വൺസ് ഓൺ മദർ ആണോ, കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ബ്രദർ ആണോ, അവ നൺ ഓഫ് ദീസ് ആണ്. എന്താണ് മാട്രിസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കില്ലിംഗ് ഓഫ് വൺസ് ഓൺ മദർ ആണ്. അതാണ് കില്ലിംഗ് ഓഫ് വൺസ് ഓൺ മദർ, അതാണ് മാട്രിസൈഡ്. നമ്മൾ പറയത്തില്ലേ മദർ അല്ലെങ്കിൽ മാതാവ് എന്ന് പറയുമ്പോൾ മാതൃ, അപ്പോൾ അതാണ് മാട്ര്. ഈ CID കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലാറ്റിൻ വേർഡിൽ കില്ലിംഗ് എന്നാണ് സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിൽ എന്നൊക്കെയാണ് സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാറ്റിൻ വേർഡിൽ. ഇത് ലാറ്റിൻ വേർഡാണിത്. അപ്പോൾ അങ്ങനെ ആകുമ്പം മാട്രിസൈഡ്, കില്ലിംഗ് ഓഫ് മദർ. നമ്മൾ മലയാളത്തിൽ മാതൃ എന്ന് പറയത്തില്ല, അതാണ് എളുപ്പ വഴി. മാട്രിസൈഡ്, ഇപ്പൊ കില്ലിംഗ് ഓഫ് മദർ. ഇനി പാട്രിസൈഡ് എന്തായിരിക്കുന്നത്? നമ്മൾ പിതാവ് എന്ന് പറയത്തില്ലേ, അപ്പൊ പാട്രി പിതൃ. അപ്പൊ പാട്രിസൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കില്ലിംഗ് ഓഫ് ഫാദർ ആയിരിക്കും. ഓക്കെ, അപ്പൊ കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ഫാദറിനെ നമുക്ക് എന്ത് വിളിക്കാം? പാട്രിസൈഡ് എന്ന് പറയാം. എന്നാൽ കില്ലിംഗ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എന്തായിരിക്കും? ജീനോസൈഡ് ആണ്. ഇതാണ് ജീനോസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ബ്രദർ, അത് നമുക്ക് തന്നെ പറയാം. നമ്മൾ സാഹോദര്യത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഫ്രറ്റേണിറ്റി എന്നാ പറയുന്നത്. ആ ഫ്രാ വേണം, ഫ്രാട്രിസൈഡ്. അതാണ് കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ബ്രദർ. ഇതാണ് ഫ്രാട്രിസൈഡ്, സഹോദരനെ കൊല്ലുക ആണ് ഫ്രാട്രിസൈഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രറ്റേണിറ്റി സാഹോദര്യം, ആ ഫ്രറ്റേണിറ്റിയുടെ FRAT പിന്നെ RICID, അപ്പൊ ഫ്രാട്രിസൈഡ് എന്ന് ആവും. ഓക്കെ, ഇപ്പൊ കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ബ്രദർ, ഫ്രാട്രിസൈഡ്. ഇവിടെ ചോദ്യം മാട്രിസൈഡ് ആണ്. മാട്രിസൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കില്ലിംഗ് ഓഫ് വൺസ് ഓൺ മദർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ഈ ചോദ്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടുവാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.